ഹായ് ഡിയേഴ്സ്, നമ്മളിപ്പോൾ വൈകുന്നേരം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുക. ചൂടുകാലമല്ലേ, നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ രാത്രി ഭയങ്കര ഭംഗിയാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 12 മണി വരെ ലൈറ്റ് ഉണ്ടാവും. 12 മണി കറക്റ്റായി കഴിഞ്ഞ് ലൈറ്റ് മൊത്തം കെടുത്തു. അപ്പോഴേ ആൾക്കാർ ഇവിടെ നിന്ന് പോവുള്ളൂ. ആ ലൈറ്റ് കൂടി കെടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ വെളുക്കുന്നവരെ ഇവിടെ ആളുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതറിയാം എല്ലാവർക്കും. കോട്ടപ്പുറം ലേക്കിൻ്റെ അവിടെയാണ്, അതായത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരും എറണാകുളവും ബോർഡറായിട്ട് വരും, രണ്ടിൻ്റെ ബോർഡറിൽ. അപ്പോൾ ഇതുപോലെ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. കുറേ സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കാണാനാണെങ്കിലുണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മുസ്ലിംസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇവിടുത്തെ ചുമരുമലൊക്കെ ഉണ്ടല്ലോ, ചുമരിൽ ഇങ്ങനെ പടം വരച്ച് വെച്ചിരിക്കുന്ന നോക്കി. ഇത് കൈകൊണ്ട് വരച്ച പടങ്ങളാട്ടോ, അല്ലെങ്കിൽ ഫ്ലെക്സ് ഒന്നല്ലേ. അതിൻ്റെ വരച്ചവരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒക്കെ ഒരു ഇത് പടം വരച്ചതല്ല, ഒറിജിനൽ ആൽമരമാണ്. പണ്ടത്തെ ഭയങ്കര വലിയത്. അത് വെട്ടിക്കളയാതെ അവർ നന്നായി നിർത്തിയിട്ടുണ്ട്. കനോലി കനാലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കോട്ടപ്പുറം പാലം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നടന്ന് വരുമ്പോഴേ നമ്മളെ പൊറിഞ്ചു മറിയം ജോസ് സിനിമയില്ലേ, ആ സിനിമ ഷൂട്ട് ചെയ്ത മറിയത്തിൻ്റെ നമ്മളുടെ വീടുണ്ടല്ലോ, ആ വീടാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് ഇരുട്ടായിട്ടാണ്, വലിയ മാവുണ്ട്. അപ്പോൾ നമ്മളുടെ മറ്റു വീഡിയോയിൽ നോക്കിയാൽ അറിയാം, ഷോർട്ട് വീഡിയോയിലൊക്കെ. ഇത് പകൽ സമയത്ത് ഞാൻ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ, അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം. പിന്നെ ഇതിൽ പറയുന്നൊരു ഡയലോഗാണ്, ഈ വീട് എപ്പോൾ കാണുമ്പോഴും ഓർമ്മ വരാം. അപ്പാ ഇത് വല്ലാത്ത കൊലച്ചതിയായി പോയിട്ട്, അതായത് ആ മാവുമ്മ കെട്ടി തൂങ്ങിയില്ലേ, അതിന് മോള് പറയണതാ. അപ്പോൾ ഈ ഒരു വീട് ആണ്, അത് രാത്രി ഒരു ലൈറ്റ് മാത്രമേ അവർ ഇടുന്നുള്ളൂ. നിറച്ച് ലൈറ്റ് ഇടുകയാണെങ്കിൽ ആ വീട് മുഴുവൻ കാണാമായിരുന്നു. അപ്പോൾ അതില്ല, ആ വീടാണിത്. പിന്നെ അതിൻ്റെ ചുറ്റുപാടുള്ളത് സിനിമ ഷൂട്ട് ചെയ്ത ഒട്ടുമിക്ക സാധനം ഈ കപ്പകൾ അതിൽ വിടുന്നുണ്ട്. ഇതൊരു കോട്ടപ്പുറം മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണ് പണ്ട് മുതൽ. അപ്പോൾ ഈ കനോലി കനാലിലൂടെ നമ്മൾക്ക് സാധനങ്ങൾ വന്നിരുന്നത് പായക്കപ്പൽ വഴി. ഇത് അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ, ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോട്ടെ, ഇപ്പോൾ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും, ചായക്കടയായാലും അതേപോലെ തന്നെ തട്ടുകടയായാലും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളുടെ ഇത് പെൺകുട്ടികളെയും ആൺകുട്ടികളെ ഒരുപോലെ ആകർഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആൺകുട്ടികൾക്ക് വേണ്ട ഈ കാറിൻ്റെ മിനിയേച്ചർ ഐറ്റംസും നല്ല മെറ്റലിലൊക്കെ ഉള്ളതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ ടീനേജൊക്കെയാണ് ഒരുപാട് പിള്ളേഴ്സ് വരുന്നത്, അങ്ങനെയാണ്. അവർക്ക് പറ്റിയ ആൺപിള്ളേർക്ക് ഇതുള്ള കൈച്ചെയിനും കാര്യങ്ങളും അതൊക്കെയാണ്. ഇനി വേണ്ട പെൺപിള്ളേർക്കുള്ള ഭാഗത്തേക്ക് എടുക്കണം, ഫാൻസി ടൈപ്പിലുള്ളതും അല്ലാത്ത ടൈപ്പിലുള്ളതും ഇമിറ്റേഷൻ ഗോൾഡ് പോലെയുള്ള അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് ഇതിലുള്ള വെറൈറ്റി ഐറ്റംസ് ആണ്. ചെറുപ്പം പിള്ളേർക്ക് ഉദ്ദേശിച്ചിട്ട് ഒക്കെ വെറൈറ്റി, കുറച്ചുള്ളെങ്കിൽ എല്ലാത്തിലും ഒരു വെറൈറ്റീസ് ഉണ്ട്. വെറുതെ ഒരു മാല അല്ലെങ്കിൽ വെറുതെ ഒരു കമ്മൽ, വള, അങ്ങനെയല്ല ഇത് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ടാണ് അത് ചില്ലിട്ട് അതൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. വളകളൊക്കെ കണ്ടോ, വാച്ച്, വളകൾ, അതൊക്കെ വെറൈറ്റീസാണ് അതിൽ വന്നിരിക്കുന്നത്. കൈച്ചെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കപ്പകളുടെ അവിടെ ഭയങ്കര ഫൈറ്റ് സീനും കാര്യങ്ങളും അടികൂടലും വെട്ടലും മോഡലും ഒക്കെ ഇവിടെ നടന്നിരുന്നു. പിന്നെ ഇതിൻ്റെ നടന്നിരുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അടി നടക്കണ ഒരു തിയേറ്റർ. പക്ഷേ അതിപ്പോൾ പൊളിച്ചു പോയി. കുറച്ച് നാൾ മുമ്പാണ് അത് പൊളിച്ചത്. ആ പടമൊക്കെ ഇറങ്ങിയതിനൊക്കെ ശേഷമാണ് അത് പൊളിച്ചത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ വീടിൻ്റെ എൻട്രൻസ് കണ്ട, അവിടെ ഒരു ചെറിയ പടിപ്പുര കണ്ട, അതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒക്കെ വന്ന് മാമൂത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കണ്ട നീങ്ങി പോവാണ്. അപ്പോൾ ഈ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും കണ്ട, ഇതുപോലെ 2 വീലർ പാർക്കിംഗ് ഉണ്ട് അവിടെ ഉള്ളത്. കാർ പാർക്കിങ്ങിന് വേറെ സൗകര്യമുണ്ട്. പിന്നെ നട്ടുച്ച വെയിലത്തും ഇരിക്കാനുള്ള കുഞ്ഞു ഇങ്ങനത്തെ കൂടുകൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സംവിധാനം ഒരുപാടുണ്ട്. മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ തടം കെട്ടിയിട്ട് അതുമേലിരിക്കണമെങ്കിൽ അതും ഇരിക്കാം. അങ്ങനെ ഒരുപാട് സംവിധാനം, വലിയ വലിയ മരങ്ങൾ, ആൽമരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ.
മൊത്തത്തിൽ ഇവിടെ എന്നും നല്ല തിരക്കായിരിക്കും. ആ 2 വീലറുകൾ അടക്കി വെച്ചിരിക്കുന്ന കണ്ടാലറിയാം എത്ര ഏകദേശമാണ്. പിന്നെ നമ്മൾ നേരത്തെ കാർ പാർക്ക് ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ, ഫസ്റ്റ് കാണിച്ചു തന്ന ആ സ്ഥലം മുതൽ ഇപ്പം ഇതുവരെ ഈ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പാർക്ക് ചെയ്യാൻ അറ്റത്തൊരു സ്ഥലം വേറെ ഉണ്ട്. അപ്പോൾ ഈ പുഴയുടെ കാഴ്ചയും ഇതൊക്കെ കണ്ട കാറുകൾ പോകണുണ്ട്. ആ പോയി അറ്റം അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അവിടെ ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ 2 വീലേഴ്സ് ഇരിക്കുന്നുണ്ട, അത് ഒരറ്റം പിടിച്ച് ഒരറ്റം വരെ അടക്കി വെച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പള്ളി കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ആ സിനിമ ഓർമ്മ വരും. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ, എന്നാലും കുറേ ഇതുണ്ട്. ഈ ഒരു അരണ്ട ലൈറ്റിൽ, അതിന് ലൈറ്റൊന്നും ഇല്ലാത്തൊരിതിൽ ഇവിടെ രാത്രി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചാലുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരോട് കൂടെയാണെങ്കിൽ പറയാൻ വേണ്ട. ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുമരെഴുത്ത്, ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും. കോട്ടപ്പുറത്തിൻ്റെ ഒരു 90s ഉള്ള ഒരു 90s തുടക്കത്തിൽ ഉള്ള ഒരു പിക്ചറാണ്. ഒറിജിനൽ ഇതാണ്. മീൻ പിടിക്കുന്നവരും ചൂണ്ടയിടുന്നവരും അതിൻ്റെ ഇങ്ങനെ പായക്കപ്പൽ വരണതും വഞ്ചി വരുന്നതും സാധനങ്ങൾ വരുന്നതും പോണതൊക്കെ അതായിരുന്നു. ഇന്നത്തെ പോലെ പാലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ശരിക്കും ഒരു വരക്കുന്ന ആളുടെ ഒരു ഭാവനയിൽ അത് ശരിക്കും വന്നിട്ടുണ്ട്, അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സംഭവങ്ങളില്ല. ഐസ്ക്രീം പാർലറായാലും 2-3 ടൈപ്പിൽ പല ഇതുണ്ട്. കോഫി, ചായ, അങ്ങനെയുള്ള സ്നാക്സ്, അങ്ങനെയുള്ള ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ പോലെ സലൂണോ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഒക്കെ അത് വന്നിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ പുതിയതാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഓർണമെൻറ്റ്സ് പോലെയുള്ള അങ്ങനത്തെ സംഭവങ്ങളുണ്ട് എന്ന് വേണ്ട. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ ഒരു ലോകം അവിടെ ഉണ്ട് കേട്ടോ. അത് ആ വെളിച്ചം കാണുന്നിടത്തുണ്ട്. അത് ഞാൻ വഴി അവിടെ പോയിട്ടെടുത്തു. മാമസേ നമുക്ക് പോയി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് എത്തി. അവിടുത്തെ കോലാഹലമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം മന്തിയാണ് ട്രൈ ചെയ്തത്. ബിരിയാണി മസാല അതൊന്നും രാത്രി വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മസാല ഇല്ലാത്ത ഈ ഒരു ഫുഡിലേക്ക് തൽക്കാലം മാറിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ അവർ കൊണ്ടുവന്ന് വെച്ചത് ഇതാണ്. ഇത് മിക്കവർക്കും അറിയാം. കൊടുങ്ങല്ലൂരുള്ളവർക്ക് ഈ ഉൾഭാഗം കണ്ടാൽ തന്നെ അറിയാതെ എവിടെയെന്ന് അൽറീമാണ്. അപ്പോൾ ഒറിജിനൽ മന്തി ഇവിടുന്നേ കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ പുളി വസ്തുക്കൾ കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അതൊക്കെ ഇതിനിടയ്ക്ക് സലാഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കുറച്ച് ഐറ്റംസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലേ. എല്ലാ ഐറ്റം ഉപ്പിലിട്ടത് ഇവിടെ കിട്ടും കേട്ടോ. അതിൽ നിന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് റൈസ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫുൾ മന്തി. നമുക്ക് ഇങ്ങനെ ഇവിടെയെന്ന് വെച്ചാൽ മട്ടൻ മന്തി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്, എല്ലാം ഉണ്ട്. മന്തിയുടെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. പാർസലായിട്ടും കിട്ടും, എല്ലാം കിട്ടും. അതുപോലെ ഇവിടെ മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം നമുക്ക് നിലത്തിരുന്ന് അറേബ്യൻ സ്റ്റൈലിൽ കുറേ പേരായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ പോലെയോ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ വേറെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പം നല്ലൊരു ഇതാണ് കേട്ടോ. ഇതാണ് പേരും. ഇത് ഏകദേശം കോട്ടപ്പുറം അടുത്തായിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ടൊക്കെ പോകണവർ കൊടുങ്ങല്ലൂർ വഴിയൊക്കെ പോകണവർ ട്രൈ ചെയ്യുക. എപ്പോൾ പോയാലും തിരക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് വണ്ടിയിലൊക്കെ കയറി ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക.